all, welcome to K2CSE. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫോംഡ് സെർച്ച് അൽഗോരിതത്തിൻ്റെ അണ്ടറിൽ വരുന്ന ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം ആണ്. സോ ഇൻഫോംഡ് സെർച്ച് അൽഗോരിതം എന്താണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തതാണല്ലേ. ആ അൽഗോരിതത്തിൽ ഗോൾ നോഡിലേക്കുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുത്തേക്കും ഒരു ഹൊറിസ്റ്റിക് മാനറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഹൊറിസ്റ്റിക് മാനർ എന്ന് പറയുമ്പോഴത്തേനും എന്താ, പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ നോളജും അവിടെ പ്രൊവൈഡ് ചെയ്തേക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ ഈ ഹൊറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് നോക്കാം. ഹൊറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ യൂസ്ഡ് ഇൻ ഇൻഫോംഡ് സെർച്ച് ആൻഡ് ഫൈൻഡ് ദ മോസ്റ്റ് പ്രോമിസിങ് പാത്ത്. നമ്മുടെ ഇൻഫോംഡ് സെർച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതെപ്പോഴും മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള പാത്ത് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് പാത്തുള്ള വേ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ഇനി എന്താ, ഇറ്റ് ടേക്സ് ദ കറൻറ്റ് സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ ഏജൻറ്റ് പ്ലേസ് ആൻഡ് ടേക്ക് ഇറ്റ് എസ് ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് ആൻ എസ്റ്റിമേഷൻ ദാറ്റ് ഹൗ ഫാർ ദ ഗോൾ. എന്താണ് അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജൻറ്റ് കറൻ്റ്ലി ഇരിക്കുന്ന സ്റ്റേറ്റ് ഏതാണോ അതിനെ ഇൻപുട്ടാക്കി എടുത്തിട്ട് ആ സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് എത്ര ദൂരം ഉണ്ടോ അത് വെച്ചിട്ടൊരു എസ്റ്റിമേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി എന്താ അടുത്ത പോയിന്റ് പറയുന്നത്, ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ടു ഫൈൻഡ് എ റീസണബിൾ ഗുഡ് സൊല്യൂഷൻ. ഇത് ഒരു റീസണബിൾ ആയിട്ടുള്ള ഗുഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള കാര്യം പക്ക ഗ്യാരണ്ടീഡ് ആണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ ഹെച്ച് ഓഫ് എൻ. ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹെച്ച് ഓഫ് എൻ എന്നാണ്. ഇറ്റ് കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഒപ്റ്റിമൽ പാത്ത്. ഇത് എപ്പോഴും ഒപ്റ്റിമൽ പാത്തിൻ്റെ കോസ്റ്റ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ലീസ്റ്റ് കോസ്റ്റ് ആയിരിക്കും ഓൾവേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവാണ്. അപ്പോൾ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷനെ പറ്റി നമ്മൾ എന്താണ് പറഞ്ഞത്, ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോമിസിങ് പാത്ത് കണ്ടുപിടിക്കുന്നതാണ്. നമ്മുടെ ഏജൻറ്റ് ഇരിക്കുന്ന കറണ്ട് സ്റ്റേറ്റ് ഏതാണോ അതിനെ ഇൻപുട്ടാക്കി എടുത്തിട്ട് ഗോൾ സ്റ്റേറ്റിലോട്ടുള്ള ദൂരം മനസ്സിലാക്കി എങ്ങനെ പോകണമെന്നൊരു എസ്റ്റിമേഷൻ തരും. പിന്നെ എന്താണ്, ഇതൊരു ഗുഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കുമെന്ന് ഗ്യാരണ്ടീഡ് ആണ്. ഇത് സ്മോൾ ലെറ്റർ എച്ച് ഓഫ് എൻ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ഒപ്റ്റിമൽ പാത്ത് എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവാണ്. ഇനി നമുക്ക് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതത്തിലേക്ക് പോവാം. ഓക്കെ, ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതത്തിൻ്റെ മറ്റൊരു പേരാണ് ഗ്രീഡി സെർച്ച്. ഇറ്റ് ഓൾവേസ് സെലക്ട് എ പാത്ത് വിച്ച് ഈസ് എസ് ബെസ്റ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. അതായത് നമ്മൾ നിൽക്കുന്ന മൊമെൻറ്റിൽ ഏതാണോ ബെസ്റ്റ് ആ പാത്തായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം എന്ന് പേര് വന്നത്. ദെൻ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആൻഡ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം. നമ്മുടെ DFSൻ്റെയും BFSൻ്റെയും കോമ്പിനേഷനാണിത്. അപ്പം തന്നെ നമുക്ക് പറയാൻ രണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് ഇതിൽ കാണും. ഇറ്റ് യൂസസ് ഹോറിസ്റ്റിക് ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ ഹോറിസ്റ്റിക് ഫംഗ്ഷനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഇത് ആ സമയത്ത് ഏതാണോ ബെസ്റ്റായിട്ടുള്ള ആ മൊമെൻറ്റിൽ ബെസ്റ്റായിട്ടുള്ള പാത്ത് അതായിരിക്കും ഇത് ചൂസ് ചെയ്യുന്നത്. BFSൻ്റെയും DFSൻ്റെയും കോമ്പിനേഷനാണ്. ഇത് ഹോറിസ്റ്റിക് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അൽഗോരിതം നോക്കാം. ഒരു 7 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രീയുടെ സ്റ്റാർട്ടിംഗ് നോഡിനെ ഓപ്പൺ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു മെത്തേഡിൽ 2 ലിസ്റ്റുകളുണ്ട്, ഓപ്പൺ ലിസ്റ്റും ക്ലോസ് ലിസ്റ്റും. അതിൽ ഓപ്പൺ ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിംഗ് നോഡിനെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ദ സ്റ്റാർട്ടിംഗ് നോഡ് ടു ഓപ്പൺ ലിസ്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓപ്പൺ ലിസ്റ്റ് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അൽഗോരിതം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫെയിലിയർ എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഇഫ് ദ ഓപ്പൺ ലിസ്റ്റ് ഇസ് എംപ്റ്റി, സ്റ്റോപ്പ് ആൻഡ് റിട്ടേൺ ഫെയിലിയർ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഓപ്പൺ ലിസ്റ്റ് എംപ്റ്റി അല്ല, അതിൽ എന്തെങ്കിലും ഒരു നോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ നോഡിൻ്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ എന്താണെന്ന് നോക്കണം. എന്നിട്ട് ആ ഹ്യൂറിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത നോഡിൻ്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ആ ചെറിയ ഹ്യൂറിസ്റ്റിക് വാല്യൂ ഉള്ളതിനെ ക്ലോസ് ലിസ്റ്റിലോട്ട് പ്രൊവൈഡ് ചെയ്യണം. അതാണ് പറയുന്നത്. എൽസ് സപ്പോസ് ഓപ്പൺ ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ദ നോഡ് എൻ. ആ പറയുന്ന നോഡ് എന്നിനെ നമ്മൾ ഓപ്പൺ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ഇഫ് ഇറ്റ്സ് എച്ച് ഓഫ് എൻ. അതിൻ്റെ എച്ച് ഓഫ് എൻ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഇഫ് എച്ച് ഓഫ് എൻ ഇസ് ദ ലോവസ്റ്റ് വാല്യൂ, ആ എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ലോവസ്റ്റ് വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട് പ്രൊവൈഡ് ചെയ്യണം. ഈ എച്ച് ഓഫ് എൻ ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങൾ ഓർത്ത് എന്താ ആലോചിക്കേണ്ട, അതെങ്ങനെ കണ്ടുപിടിക്കും അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ തരും. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം അടുത്ത നോഡിലോട്ട് പോവുക. എക്സ്പാൻഡ് ദ നോഡ് ആൻഡ് ജനറേറ്റ് ദ സക്സസർ ഓഫ് നോഡ്. ഇതിൻ്റെ സക്സസർ നോഡിലോട്ട് പോവുക. സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ ചെക്ക് ഈച്ച് സക്സസർ നോഡ് എൻ ആൻഡ് ഫൈൻഡ് വെദർ എനി നോഡ് ഈസ് ഗോൾ നോഡ് ഓർ നോട്ട്. നമ്മളിങ്ങനെ ഓരോ നോഡുകളായിട്ട് സക്സസർ നോഡ് ചെക്ക് ചെയ്ത് ഗോൾ നോഡിൽ എത്തിയോ ഇല്ലയെന്ന് നോക്കണം. ഇഫ് എനി സക്സസർ നോഡ് ഈസ് എ ഗോൾ നോഡ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു സക്സസർ നോഡ് ഗോൾ നോഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സക്സസ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക, പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. അത് തന്നെ എഴുതിയിരിക്കുന്നത്. ദെൻ റിട്ടേൺ സക്സസ് ആൻഡ് ടെർമിനേറ്റ് ദ സെർച്ച് എൽസ് പ്രൊസീഡ് ടു സ്റ്റെപ്പ് 6.
അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ആ 5 സ്റ്റേറ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം. സ്റ്റെപ്പുകൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ സ്റ്റാർട്ടിംഗ് നോഡിനെ ഓപ്പൺ ലിസ്റ്റിൽ വയ്ക്കുക. ഓപ്പൺ ലിസ്റ്റ് എം ടി ആണെന്നുണ്ടെങ്കിൽ പണിയെല്ലാം നിർത്തിയിട്ട് റിട്ടേൺ എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. ഓപ്പൺ ലിസ്റ്റിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ആ നോഡിനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ഹൊറിസ്റ്റിക് വാല്യൂ ചെക്ക് ചെയ്യുക. സോ നമ്മൾ കൊടുത്ത ഇൻപുട്ട് നോഡിനേയും കാലം ഇതിൻ്റെ ഹൊറിസ്റ്റിക് വാല്യൂ ചെറുതാണെങ്കിൽ നമ്മൾ ഇതിനെ ക്ലോസ് ലിസ്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നോഡുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക ഗോൾ നോഡ് വരുന്നത് വരെ. ഗോൾ നോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സക്സസ് എന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ഈ പണി നിർത്തി ടെർമിനേറ്റ് ചെയ്ത് പോവുക. ഗോൾ നോഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് 6 പോകണം. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് 6 നോക്കാം. സ്റ്റെപ്പ് 6 പറയുന്നത് ഇനിയുള്ള നോഡുകളുടെ വാല്യൂ ഓൾറെഡി നമ്മൾ ഏതെങ്കിലും ഓപ്പൺ ലിസ്റ്റിലോ ക്ലോസ്ഡ് ലിസ്റ്റിലോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇനി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 6ഓ 5ഓ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അത് നമ്മൾ ഓൾറെഡി നേരത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ആ വാല്യൂ ഇൻക്ലൂഡ് ചെയ്തില്ല, പുതിയൊരു നമ്പർ ആണെങ്കിൽ മാത്രം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഓപ്പൺ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ചെക്ക് ഈച്ച് സക്സസർ നോഡ് ഈസ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ എനി ഓഫ് ദ ഓപ്പൺ ലിസ്റ്റ് ഓർ ക്ലോസ്ഡ് ലിസ്റ്റ്. അതായത് ഈ പറയുന്ന ഇനി നോക്കുന്ന ഓരോ സക്സസർ നോഡും നമ്മുടെ ഓപ്പൺ ലിസ്റ്റിലോ ക്ലോസ് ലിസ്റ്റിലോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ദ നോഡ് ഹാസ് നോട്ട് ഇൻ എനി ഓഫ് ദ ലിസ്റ്റ്, ഈ ലിസ്റ്റിലൊന്നും ആ നോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ദെൻ ആഡ് ടു ഓപ്പൺ ലിസ്റ്റ്. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഓപ്പൺ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. സ്റ്റെപ്പ് 7 റിട്ടേൺ ടു സ്റ്റെപ്പ് 2. ഇതിനൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഗോൾ നോഡ് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് 2 പോയിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഗോൾ നോഡ് എത്തുന്നത് വരെ പണി തുടരുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ബി എഫ് എസിൻ്റെ ഡി എഫ് എസിൻ്റെ അഡ്വാൻറ്റേജ് കാണും. പിന്നെ നമ്മൾ ബി എഫ് എസ് ഡി എഫ് എസിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്, കാര്യം കമ്പൈൻഡ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡി എഫ് എസ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫൈനൈറ്റ് ലൂപ്പുകൾ ഇത് ക്രിയേറ്റ് ചെയ്യും. സോ കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ ഒരു ട്രീ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ട്രീ തന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രീയുടെ പാത്ത് കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ എന്താ? ഓരോ നോഡും അതിൻ്റെ കറസ്പോണ്ടിങ് ഹെച്ച് ഓഫ് എൻ വാല്യൂ അല്ലെങ്കിൽ ഹോറിസ്റ്റിക് വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എസ്സിൽ നിന്ന് നമ്മുടെ ഗോൾ നോഡായ ജിയിലോട്ട് പോകണം. എങ്ങനെ? ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രീ അതേപോലെ ആൻസർ ഷീറ്റിൽ വരയ്ക്കണം. അപ്പോൾ ഇത് ആൻസറാണ് പറയുന്നത്. വരച്ചതിന് ശേഷം ഓരോന്നിൻ്റെയും ഹോറിസ്റ്റിക് വാല്യൂ അതിൻ്റെ ഹെഡിൽ എഴുതണം. അതായത് ഇപ്പോൾ എസ്സിൻ്റെ ഹോറിസ്റ്റിക് വാല്യൂ എത്രയാണ് കൊടുത്തേക്കുന്നത്? 13. എയുടെ ഹോറിസ്റ്റിക് വാല്യൂ ടേബിളിൽ എത്രയാണ് കൊടുത്തേക്കുന്നത്? 12. ബീൻ്റെ ഹോറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ 4. സീൻ്റെ ആണെങ്കിൽ 7. അങ്ങനെ എല്ലാത്തിൻ്റെയും ഹോറിസ്റ്റിക് വാല്യൂ എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് ആൻസറിൻ്റെ തുടക്കം. ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നോഡ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ആദ്യം എപ്പോഴും ഓർക്കുക എസ് എന്ന് പറയുന്ന സ്റ്റാർട്ട് നോഡ് നമ്മൾ ക്ലോസ് ലിസ്റ്റിൽ എഴുതണം. എന്നാലേ നമ്മുടെ അൽഗോരിതം വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റൂ. ഓക്കെ, അൽഗോരിതത്തിൽ പറയുന്നത് അതിന് ഓപ്പൺ ലിസ്റ്റിൽ ഇടുന്നതെന്നാണ്. പക്ഷേ നമുക്ക് അൽഗോരിതം എഫിഷ്യൻ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എസ് എന്ന് പറയുന്ന സ്റ്റാർട്ട് നോഡിനെ നമ്മൾ ഇനിഷ്യലി എന്ത് ചെയ്യണം? ക്ലോസ് ലിസ്റ്റിലോട്ട് ഇടുക. എന്നിട്ട് എസ്സിൻ്റെ 2 ചൈൽഡുകളെ നമ്മൾ നോക്കണം. സോ ഞാനത് പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഈ സൈഡിലോട്ട് ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഇനിഷ്യലൈസേഷനാണ്. നമ്മൾ ഓപ്പൺ ലിസ്റ്റിൻ്റെ അകത്ത് എസ്സിൻ്റെ 2 ചൈൽഡിനെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എസ്സിൻ്റെ 2 ചൈൽഡ് ആരാണ്? എയും ബിയും. അത് രണ്ടും ഞാൻ ഓപ്പൺ ലിസ്റ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ക്ലോസ്ഡിൻ്റെ അകത്ത് നമ്മുടെ എസ്സും ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഐട്രേഷൻ 1 ആണ് നോക്കുന്നത്. ഐട്രേഷൻ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എയുടെ വാല്യൂ നോക്കണം, ബിയുടെ വാല്യൂ നോക്കണം. അപ്പോൾ ഓപ്പൺ ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ചെറിയ വാല്യൂ ആരാണോ അതിനെ നമ്മൾ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും എന്നല്ലേ നമ്മൾ പഠിച്ചത്. 12 ആണോ 4 ആണോ ചെറിയ വാല്യൂ? 4 ആണ് ചെറിയ വാല്യൂ. 4 എന്ത് ചെയ്യണം? നമ്മുടെ എസ്സിൻ്റെ ക്ലോസ് ലിസ്റ്റിലോട്ട് എഴുതണം. അപ്പോൾ ക്ലോസ്ഡിൻ്റെ അകത്ത് എസ് കോമ ബി എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ക്ലോസ്ഡ് ലിസ്റ്റിലിട്ട ആളിൻ്റെ 2 ചൈൽഡിനെ നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, ക്ലോസ്ഡ് ലിസ്റ്റ് ഇട്ട ആളിൻ്റെ 2 ചൈൽഡിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ക്ലോസ് ലിസ്റ്റ് ഇട്ട ആളിൻ്റെ 2 ചൈൽഡ് ആരാണ്? ഇയും എഫും. ഇതിൽ ചെറിയ വാല്യൂ ആരാണ്? എഫ്. സോ എഫിനെ ക്ലോസ്ഡ് ലിസ്റ്റിലും ഇ എന്ന് പറയുന്ന വലിയ വാല്യൂ ആണ് 8. അതിനെ നമ്മൾ ഓപ്പൺ ലിസ്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഓപ്പൺ ലിസ്റ്റിൽ ഓൾറെഡി എ ഉണ്ട്. ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തപ്പോഴത്തേനും ഇ കോമ എ ആയി. ക്ലോസ്ഡ് ലിസ്റ്റിൽ എന്ന് പറയുന്ന എസ്സും ബിയും ഓൾറെഡി ഉണ്ട്. എഫും കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പം എസ് കോമ ബി കോമ എഫ് ആയി. ഇതാണ് ഐട്രേഷൻ 2ൽ വന്നത്. സോ ഇനിയിപ്പോൾ ചെറിയ വാല്യൂ ആരാണ്? ഇയിലും എഫിലും. ഇപ്പോൾ എടുത്ത 2 ചൈൽഡിൽ ഏറ്റവും ചെറുതാരാണ്? എഫ്. ഓക്കെ, അപ്പോൾ എഫിൻ്റെ ചൈൽഡ് നോക്കുമ്പം ഐയും ഉണ്ട് ജിയും ഉണ്ട്. ഇതിൽ വലിയ വാല്യൂ ഓപ്പൺ ലിസ്റ്റിലും പോവും, ചെറിയ വാല്യൂ ക്ലോസ്ഡ് ലിസ്റ്റിലും പോവും. സോ വലിയ വാല്യൂ ആരാണ്? ഐ ആണ്. ഐനെ നമ്മൾ ഓപ്പൺ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. ഐട്രേഷൻ 3ൽ ഐ കോമ ഇ കോമ എ എന്ന് വന്നു.
ചെറിയ വാല്യൂ ആരാണ്? ജി ആണ്. സോ ജീനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ്ഡ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ എസ് കോമ ബി കോമ എഫ് കോമ ജി എന്ന് വന്നു. സോ ഇവിടുത്തെ ഒപ്റ്റിമൽ പാത്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് ഐട്രേഷനിൽ നമുക്ക് കിട്ടുന്ന എസ് കോമ ബി കോമ എഫ് കോമ ജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നോക്കേണ്ടി വന്നോ? ഇല്ല. കാര്യം എന്താണ്? ഇവിടെ ബി ചെറുതായിരുന്നു. സോ ഈ സൈഡിലോട്ട് അങ്ങ് മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഈ രണ്ട് സാധനം എടുക്കേണ്ടി വന്നില്ല. സോ ഇതാണ് നമ്മുടെ ഒപ്റ്റിമൽ പാത്ത്, എസ് ടു ബി, ബി ടു എഫ്, എഫ് ടു ജി. അപ്പം നമ്മൾ ആദ്യം എന്താണ് ചെയ്തേക്കുന്നത്? തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ആ ട്രീ അതേപോലെ വരച്ചിട്ട് ഹോറിസ്റ്റിക് വാല്യൂ കറസ്പോണ്ടിങ് ഹെഡിൻ്റെ മുകളിലായിട്ട് എഴുതുന്നു. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ എസ് എന്ന് പറയുന്ന നോഡിനെ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട് ഇടുന്നു. ഇനി എസിൻ്റെ രണ്ട് ചൈൽഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ലിസ്റ്റിലോട്ട് ഇടുന്നു. ഏത് ചൈൽഡാണോ ഇതിൽ ചെറിയ വാല്യൂ അതിനെ ക്ലോസ്ഡ് ലിസ്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇവിടെ ബി എന്ന് പറയുന്ന ചെറിയ വാല്യൂ ആയതുകൊണ്ടാണ് എസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ദെൻ എയും ബിയിൽ ചെറുത് ബി അല്ലേ? സോ ഇനി നമ്മൾ ബീൻ്റെ ചൈൽഡിനെ നോക്കിയാൽ മതി, എയിൻ്റെ ചൈൽഡിനെ എടുക്കാൻ പോകണ്ട. അതാണ് സിയും ഡിയും ഇവിടെ നെഗ്ലക്റ്റ് ചെയ്തത്. ബീൻ്റെ ചൈൽഡ് ആരൊക്കെയായിരുന്നു? ഇയും എഫും ആയിരുന്നു. അതിൽ ചെറിയ ആളായ എഫിനെ നമ്മൾ ക്ലോസ്ഡ് ലിസ്റ്റിലും കയറ്റി, വലിയ ആളായ ഇനെ ഓപ്പൺ ലിസ്റ്റിലും കയറ്റി. അടുത്ത ഐട്രേഷനിൽ എന്താ ചെയ്തത്? എഫിൻ്റെ ചൈൽഡ് നോക്കണം. ഇക്ക് ഇപ്പോൾ ചൈൽഡ് ഉണ്ടെങ്കിലും നോക്കേണ്ട കാര്യമില്ല, കാര്യം ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് വലുതായിരുന്നു. എഫിൻ്റെ ചൈൽഡ് വന്നിട്ട് ഐയും ജിയും ആണ്. ജി ചെറുതായതുകൊണ്ട് ക്ലോസ്ഡിലും കയറ്റി, ഐ വലുതായതുകൊണ്ട് ഓപ്പണിലും കയറ്റി. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ക്ലോസ്ഡിൽ കിട്ടിയതിന് ഒപ്റ്റിമൽ പാത്താക്കി എടുത്തു. ഇവിടുത്തെ ടൈം കോംപ്ലിസിറ്റി ഓർഡർ ഓഫ് ബി റേസ് ടു എമ്മും സ്പേസും സെയിം കോംപ്ലിസിറ്റി തന്നെയാണ്. ഇത് കാണാതെ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് കംപ്ലീറ്റ്നെസ് ആണെന്ന് ചോദിച്ചാൽ ഇൻകംപ്ലീറ്റ് ആണ്, ഒപ്റ്റിമൽ ആണെന്ന് ചോദിച്ചാൽ നോട്ട് ഒപ്റ്റിമലും ആണ്. ഓക്കെ.